ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷകളൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സസ്. പ്രധാനമായിട്ടും ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. കുറേ പുസ്തകങ്ങൾ ഈ ഒരു സീരീസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിൽ 2 പുസ്തകങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനസോല്ലാസ എന്നൊരു കൃതിയാണ്. മാനസോല്ലാസയുടെ തന്നെ മറ്റൊരു പേരാണ് അഭിലാഷിതാർത്ഥ ചിന്താമണി. അപ്പോൾ അഭിലാഷിതാർത്ഥ ചിന്താമണി, മാനസോല്ലാസ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സംസ്കൃതം കൃതിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് കല്യാണി ചാലുക്യ കിങ് ആയിട്ടുള്ള സോമേശ്വര തേർഡാണ്. അപ്പോൾ കല്യാണി ചാലുക്യാസിൻ്റെ പീരീഡ് എപ്പോഴാണ്? 12th സെഞ്ച്വറി റൗണ്ടാണ്. സോ 12th സെഞ്ച്വറിയിൽ എഴുതിയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് ടെക്സ്റ്റാണിത്. ഇത് എഴുതിയിട്ടുള്ളത് കല്യാണി ചാലുക്യ റൂളറായിട്ടുള്ള സോമേശ്വര തേർഡാണ്. മാനസോല്ലാസ എന്ന പേരിൽ തന്നെയുണ്ട് മാനസം, മനസ്സ്, ഉല്ലാസം, ഡിലൈറ്റ്, ജോയ് എന്നൊക്കെയാണ് ലിറ്ററലായിട്ടുള്ള മീനിങ് വരുന്നത്. ഇതിന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ദ ജോയ്, ഡിലൈറ്റർ ഓർ എൻ്റർടൈനർ ഓഫ് ദ മൈൻഡ് എന്നൊക്കെ, ഹാപ്പിനെസ് ഓഫ് മൈൻഡ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ അഭിലാഷിതാർത്ഥ ചിന്താമണി എന്ന വേർഡിൻ്റെ അർത്ഥം, ചിന്താമണി എന്ന വേർഡ് വരുന്ന പല വേർഡ്സും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു? പ്രീഷ്യസ് ജം എന്നാണ്. സോ ദ പ്രീഷ്യസ് ജം ദാറ്റ് ഫുൾഫിൽസ് വിഷ് എന്നാണ് അഭിലാഷിതാർത്ഥ ചിന്താമണി എന്ന വേർഡിൻ്റെ മീനിങ്. ഈ ഒരു വർക്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. പൊളിറ്റി, ഗവേണൻസ്, എത്തിക്സ്, എക്കണോമിക്സ്, ആസ്ട്രോണമി, ആസ്ട്രോളജി, റെറ്ററിക്, വെറ്റിനറി മെഡിസിൻ, ഹോർട്ടിക്കൾച്ചർ, പെർഫ്യൂംസ്, ഫുഡ് റെസിപ്പി, ആർക്കിടെക്ചർ, ഗെയിംസ്, പെയിൻറ്റിങ്, പോയട്രി, ഡാൻസ്, ഫെസ്റ്റിവൽ ആൻഡ് മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ് തുടങ്ങി നമുക്ക് ഈ ടോപ്പിക്സ് കേട്ടാൽ തന്നെ മനസ്സിലാവും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. മാനസോല്ലാസേനെ 5 സബ് ബുക്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സബ് ബുക്സിലും 20 ചാപ്റ്റേഴ്സ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ 5 × 20 ടോട്ടൽ 100 ചാപ്റ്റേഴ്സാണ് ഇതിലുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് സ്തോത്ര രൂപത്തിലാണ്, അതായത് ഒരാൾ പ്രൈസ് ചെയ്യുന്ന പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ സബ് ബുക്കാണ് രാജ്യപ്രാപ്തികരണ. പ്രാപ്തിയാക്കുക, രാജാവിനെ രാജ്യം ഭരിക്കാൻ പ്രാപ്തിയാക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റും. സോ ഇതിൻ്റെ കണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻസ് ഓഫ് എ കിങ് ആൻഡ് മിനിസ്റ്റേഴ്സ്, ദിയർ ഡ്യൂട്ടീസ് ആൻഡ് മോറൽ ക്യാരക്ടർ, റിഫ്രെയിൻ ഫ്രം ഇഞ്ചുറി ടു അതേഴ്സ്, പ്രാക്ടീസ് സെൽഫ് റിസ്ട്രെയിൻറ്റ് ആൻഡ് ജനറോസിറ്റി, ആൻഡ് ഹാവ് ഇൻ ഫെയ്ത്ത് ഇൻ ഗോഡ്സ്, ഫീഡ് ഇൻ സപ്പോർട്ട് ദ പുവർ ആൻഡ് ഹെൽപ്ലെസ്, ആൻഡ് ബി ഫ്രണ്ട്ലി, ഓണർ ആൻസെസ്റ്റേഴ്സ്. സോ ഒരു രാജാവ്, മിനിസ്റ്ററൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് ജനറലി ഈ ഒരു ബുക്കിൽ പറയുന്നത്. നെക്സ്റ്റ് സബ് ബുക്കാണ് രാജ്യസ്യ സ്ഥൈര്യകാരണ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവേണൻസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, എങ്ങനെ ഒരു രാജാവിനെ, ഒരു കിങ്ഡം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി കുറേ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, റൂൾ ത്രൂ മിനിസ്റ്റേഴ്സ്, ആസ്ട്രോളജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ടാക്സേഷൻ്റെ ടൈപ്സ്, അങ്ങനെ പല പല ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വെറ്ററിനറി കെയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആനിമൽസിനെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 40ഓളം ഹെർബ്സിനെയും ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷനാണ് ഭാർത്തൂർ ഉപഭോഗ കാരണ. ഇതിൽ തന്നെ ഭോഗം എന്ന ടേമിൽ തന്നെയുണ്ട്. ഫുഡും എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു സെക്ഷൻ. ഇതിൽ വെജ് ആൻഡ് നോൺ വെജ് റെസിപ്പീസ് പറയുന്നുണ്ട്. ഇവർ കൺസ്യൂം ചെയ്യുന്ന പല പല സാധനങ്ങളെ ലിസ്റ്റുകൾ പറയുന്നുണ്ട്. ലൈക്ക് പോർക്ക്, വെനിസൺ, ഗോട്ട് മീറ്റ്, ഫിഷ്, ഫെർമെൻറ്റഡ് ഫുഡ്, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ ഇവർ കഴിക്കാത്ത മീറ്റുകളുടെ ലിസ്റ്റും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് കൗ, ഹോഴ്സ്, എലഫൻറ്റ്, പാരറ്റ്, പീക്കോക്ക്, എഗ്സ്. ഫ്രഷ് ആയിട്ടുള്ള പ്യുവർ വാട്ടർ അമൃതമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതായത് കേടായിട്ടുള്ള വെള്ളമാണെങ്കിൽ അത് വിഷമാണ്, അതായത് പോയ്സൺ. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് എങ്ങനെയാണ് വൈനും സ്വീറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് പ്രമോദ കാരണ.
ഇത് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ലൈക്ക് മ്യൂസിക്, ഡാൻസ്, കോമ്പറ്റേറ്റീവ് സ്പോർട്സ്, പാട്ടുകൾ, ഇതൊക്കെയായിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഇതിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടൈപ്സ് ഓഫ് മ്യൂസിക് പറയുന്നുണ്ട്. അതായത് പല തരം പാട്ടുകളും അതെപ്പോഴാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ ഓർത്തിരിക്കണം. ഇതിൽ ഒന്നാമത്തതാണ് ത്രിപാഠി. ത്രിപാഠി എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത്? ഹാർവെസ്റ്റിങ്ങിൻ്റെയും ഹസ്കിങ്ങിൻ്റെയും സീസണിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഫോക്ക് സ്റ്റോറി ടെല്ലേഴ്സ് പെർഫോം ചെയ്യുന്ന പാട്ടാണ് ഷഡ്പതി. കല്യാണങ്ങളിലും ഫെസ്റ്റിവൽസിലൊക്കെ പാടുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് ധവള. മറ്റൊരു ഫെസ്റ്റിവൽസും ലൈക്ക് ഹോളി പോലെയുള്ള ഫെസ്റ്റിവൽസിലൊക്കെ പാടിയിരുന്ന പാട്ടാണ് മംഗള, കച്ചാരി പോലെയുള്ള പാട്ടുകൾ. പോപ്പുലർ മ്യൂസിക്കിന് ഗാന എന്നും മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക്കിന് ചാരിയ എന്നും വിളിക്കുന്നു. ഹൈ നോട്ട്സും ലോ നോട്ട്സും ഉള്ള ഭയങ്കര ഫാസ്റ്റും അല്ല അറ്റ് ദ സെയിം ടൈം ഭയങ്കര സ്ലോയും അല്ലാത്ത പാട്ടുകളെയാണ് ഗീത് എന്ന് വിളിക്കുന്നത്. പല ടൈപ്പ് ഓഫ് പെർഫോമേഴ്സിനെ ഈ ഒരു കൃതിയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പല വേർഡ്സും നമുക്ക് സിമ്പിളായിട്ട് മലയാളത്തിൽ നിന്നൊക്കെ ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഒന്നാമത്തത് നട. നട എന്ന് പറയുന്നത് നടൻ, ആക്ടർ. നെക്സ്റ്റ് നർത്തക, ഡാൻസർ. നർത്തകി, ഡാൻസർ, ഫീമെയിൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൈതാലിക. വൈതാലിക എന്ന് പറയുന്നത് ബാഡാണ്, പാട്ടുപാടി നടക്കുന്ന ആൾ. വേറൊന്ന് ചാരണ. ചാരണ എന്ന് പറയുന്നത് വാണ്ടറിങ് പെർഫോമറാണ്. ഇവരും എന്താണ്, ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടന്നുകൊണ്ട് പല പല കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് കൊല്ലട്ടിക. കൊല്ലട്ടിക എന്ന് പറയുന്നത് അക്രോബാറ്റാണ്. ഡാൻസ് മൂവ്മെൻറ്റ്സിനെയും പല കാറ്റഗറീസായിട്ട് ഇവർ തിരിക്കുന്നുണ്ട്. ഒന്ന് മൈമാറ്റിക്, ഡെലിക്കേറ്റ്, വിഗറസ്, അക്രോബാറ്റിക്, ലുഡിക്രോസ്, ഗ്രേസ്ഫുൾ, അങ്ങനെയാണ് ഇവർ ഇതിനെ തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് ക്രീഡ വിംസതി. ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, സോ സോറി ഇഫ് ഐ എം മിസ്പ്രൊനൗൺസിങ്. സോ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗെയിംസ്, ആർട്സ്, ലെഷർ, ഹോർട്ടിക്കൾച്ചർ തുടങ്ങി ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സുമായിട്ടാണ്. ഇതിൻ്റെ കണ്ടൻസ് നോക്കിയാൽ തന്നെ നമ്മൾ മനസ്സിലാവും എന്തൊക്കെ ടോപ്പിക്സ്, പല ടൈപ്പ് ഓഫ് ലെഷർ ആക്ടിവിറ്റീസ് ഇവർ കവർ ചെയ്യുന്നുണ്ട്. ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ഗാർഡൻസ്, ഗാർഡനിങ്ങിൻ്റെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്, പെർഫ്യൂമറി, പെർഫ്യൂംസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആർക്കിടെക്ചർ, ട്രെയിനിങ് ആൻഡ് ബ്രീഡിങ് ഓഫ് ഹോഴ്സസ്, എലഫൻറ്റ്സ്, ലവക്കി. ലവക്കി എന്ന് പറയുന്നത് ഒരു കാട പോലെയുള്ളൊരു കിളിയാണ്. ആൻഡ് അതർ വൈൽഡ് ലൈഫിനൊക്കെ മെരുക്കുന്നതിനെക്കുറിച്ച് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. റോയൽ സ്പോട്ടായിരുന്ന ഡീർ ഹണ്ടിങ്, അതുപോലെ വൈൽഡ് ഗെയിംസിനെ കുറിച്ചൊക്കെ ഒരു ചാപ്റ്റർ തന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ഡീർ ഹണ്ടിങ്ങിൻ്റെ തന്നെ 35 ടൈപ്സ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഡോഗ്സിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുക, ഫാൽക്കൺസിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുക, അതുപോലെ ഫിഷിങ്, പിന്നെ ഒരു പാർക്കിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള 40 ടൈപ്സ് ഓഫ് ട്രീസ്, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെയിൻറ്റിങ്സിലുള്ള 3 ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് വിധ എന്ന് പറയുന്നത് എന്താണ്, റെപ്രസെൻറ്റേഷണൽ. നെക്സ്റ്റ് അവിധ എന്ന് പറയുന്നത് സ്കെച്ച് ചെയ്യുന്നത്, ജസ്റ്റ് ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. നെക്സ്റ്റ് ഭാവ എന്ന് പറയുന്നത് നാരേറ്റീവാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഴ്സാണ് നൈഷാദ ചരിതം. നൈഷാദ ചരിതത്തിൻ്റെ ഓഥറാണ് ശ്രീ ഹർഷ. നൈഷാദ ചരിതത്തിൻ്റെ ഓഥറാണ് ശ്രീ ഹർഷ. സംസ്കൃത കാവ്യങ്ങളിൽ 5 പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള 5 കാവ്യങ്ങളുണ്ട്. അതിലൊരു കാനോണാണ് നൈഷാദ ചരിതം. ഇത് എഴുതിയിട്ടുള്ളത് ആസ് വി നോ സംസ്കൃതത്തിലാണ്. ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള, ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഗഹതവള കിങ് ആയിട്ടുള്ള ജയചന്ദ്രയുടെ പീരീഡിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നള, അതായത് നിഷാദ കിങ് ആയിട്ടുള്ള നളയുടെ ഏർലി ലൈഫ്, പിന്നെ ദമയന്തിനെ കണ്ടുമുട്ടുന്നത്. ദമയന്തി എന്ന് പറയുന്നത് ഭീമൻ്റെ മകളാണ്. അങ്ങനെ അവരുടെ മാരേജ്, ഹണിമൂൺ തുടങ്ങിയ ടോപ്പിക്സാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ തീം.
ബുക്കിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതിനെ 2 പാർട്സായിട്ട് തിരിച്ചത് കാണാം. ഒന്ന് പൂർവ, മറ്റേത് ഉത്തര. പൂർവ, ഉത്തര ഈ 2 ഡിവിഷൻസാണ് നൈഷാദ ചരിതയിലുള്ളത്. ഈ 2 ഡിവിഷനിലും 11 കാൻറ്റോസ് ആണ് ഉള്ളത്. രണ്ടിലും 11 ഈച്ച് കാൻറ്റോസ് ഉണ്ട്. സംസ്കൃതം പഠിക്കുന്ന സ്കോളേഴ്സിന് ഒരു ടെസ്റ്റ് പോലെ ഉപയോഗിച്ചിരുന്നൊരു കൃതി കൂടിയായിരുന്നു നൈഷാദചരിതം. നൈഷാദചരിതത്തിൻ്റെ കൂടെ ശിശുപാലയുടെ വധ ഓഫ് മഗ എന്ന് പറയുന്ന കൃതിയും ഉപയോഗിച്ചിരുന്നു. സോ നമുക്കിതൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൃതിയുടെ പേരെന്തായിരുന്നു? മാനസോല്ലാസ. ഇതിൻ്റെ വേറൊരു പേരെന്തായിരുന്നു? അഭിലാഷിതാർത്ഥ ചിന്താമണി. മാനസ, ഉല്ലാസ എന്ന വേർഡ് തന്നെയുണ്ട്. ജോയ്, ഡിലൈറ്റ്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ടൈറ്റിലിൻ്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്. അഭിലാഷിതാർത്ഥ ചിന്താമണി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ചിന്താമണി എന്ന് പറയുന്നത് പ്രഷ്യസ് ജം ആണ്. സോ ഇതിൻ്റെ മീനിങ് ദ ജോയ്, ഡിലൈറ്റർ ഓഫ് ഓർ എൻ്റർടൈനർ ഓഫ് ദ മൈൻഡ്, ഹാപ്പിനെസ് ഓഫ് മൈൻഡ്, പ്രഷ്യസ് ജം ദാറ്റ് ഫുൾഫിൽസ് വിഷ്. ഇത് നമുക്ക് അഭിലാഷിതാർത്ഥ ചിന്താമണി എന്ന പേര് കേൾക്കുമ്പോൾ പറയാം ഏത് ഭാഷയാണ്? സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഒരു രാജാവായിരുന്നു, സോമേശ്വര തേർഡ്. ഇത് കല്യാണി ചാലുക്യ കിങ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഏത് സെഞ്ച്വറിയാണ്? 12th സെഞ്ച്വറിയാണ്. ഈ ഒരു പുസ്തകത്തിന് 5 സബ് ബുക്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ലേറ്ററിൽ നോക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. നെക്സ്റ്റ്, ഇത് എഴുതിയിട്ടുള്ള സ്റ്റൈൽ എന്താണ്? സ്തോത്ര സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഒരാളെ പ്രേസ് ചെയ്യുന്ന ഒരു സ്റ്റൈലിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ബുക്കായിരുന്നു രാജ്യപ്രാപ്തീകരണ. ഇത് നമുക്കറിയാം, ഒരു രാജാവ് പ്രാപ്തനാവുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ക്വാളിഫിക്കേഷൻസ് ഓഫ് കിങ് ആൻഡ് മിനിസ്റ്റേഴ്സ്, എങ്ങനെ ഒരു രാജാവ് ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് രാജ്യസ്യ സ്ഥൈര്യകാരണ. ഇതിൽ ഗവേണൻസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി പോലെയുള്ള സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ടാക്സേഷൻ പറയുന്നുണ്ട്. ടാക്സേഷന് പറയുന്ന പേരെന്താണ്? ശുൽക്ക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് മൃഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് വെറ്ററിനറി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. കൂടാതെ 40ഓളം ഹെർബ്സിനെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ ഏതായിരുന്നു? ഭാർത്തൂർ ഉപഭോഗ കാരണ. ഇത് നമുക്കറിയാം ഫുഡാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. പല ടൈപ്പ് റെസിപ്പി പറയുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ മീറ്റ് ഇതിൽ ഒഴിവാക്കുന്നുണ്ട്, കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ഏതൊക്കെ മീറ്റാണ്? കൗ, ഹോസ്, എലഫൻറ്റ്, പാരറ്റ്, പീക്കോക്ക്, എഗ്. പിന്നെ നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് വെള്ളത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രഷ് വാട്ടർ അമൃതമാണ് അല്ലെങ്കിൽ വിഷമാണ്. നെക്സ്റ്റ് വർക്കാണ് പ്രമോദകാരണ. ഇത് എൻ്റർടൈൻമെൻറ്റ്, ഡാൻസ്, മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലാണ് നമ്മൾ പറഞ്ഞത് 4-5 ടൈപ്സ് ഓഫ് മ്യൂസിക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ത്രിപാഠി എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? പെർഫോം ഡ്യൂറിങ് ഹാർവെസ്റ്റിംഗ് ആൻഡ് ഹസ്കിങ് സീസൺ. ഷഡ്പതി എന്ന് പറയുന്നത് പെർഫോമൻസ് ബൈ ഫോക്ക് സ്റ്റോറി ടെല്ലേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ധവള എവിടെയാണ് പാടുന്നത്? മാരേജസിലും ഫെസ്റ്റിവൽസിലൊക്കെയാണ്. പിന്നെ ഹോളി പോലെയുള്ള ഫെസ്റ്റിവൽസിൽ പാടുന്ന പാട്ട് ഏതാണ്? മംഗളായൻ, കച്ചാരി, ജനർ ഓഫ് മ്യൂസിക്. നെക്സ്റ്റ് ചാര്യ എന്ന് പറയുന്നത് മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്. പോപ്പുലർ മ്യൂസിക്കിനെ വിളിക്കുന്നത് ഗാന. അതുപോലെ ഫാസ്റ്റും അല്ല സ്ലോയും അല്ല, ഹൈ നോട്ടും ലോ നോട്ട്സൊക്കെയുള്ള മ്യൂസിക്കിനെയാണ് ഗീത് എന്ന് വിളിക്കുന്നത്. ഈ വർക്കിൽ തന്നെ 6 ടൈപ്സ് ഓഫ് പെർഫോമൻസ്, 6 തരം പെർഫോമേഴ്സിനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആക്ടർ, ഡാൻസർ, മെയിൽ ആൻഡ് ഫീമെയിൽ, ബാർഡ്, വാണ്ടറിങ് പെർഫോമർ, അക്രോബാറ്റ്. ഇതിൻ്റെയൊക്കെ സംസ്കൃതം ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പിന്നെ പല ടൈപ്സ് ഓഫ് ഡാൻസ് മൂവ്മെൻറ്റ്സിനെയും പറയുന്നുണ്ട്. നാട്യ, ലാസ്യ, താണ്ഡവ, വിഷമ, വികട, ലഘു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിൽ തന്നെ ഈ ഭാവങ്ങൾ ഓർത്ത് വെക്കാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷനാണ് ക്രീഡവിംശതി. ഇത് ഗെയിംസ്, ആർട്ട്, ലെഷർ, ഹോർട്ടിക്കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഗാർഡനിങ്, പെയിൻറ്റിങ്, പിന്നെ ഓരോ ആനിമൽസിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം, പല ആനിമൽ ഹണ്ടിങ്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, എന്ത് ടൈപ്പ് ഓഫ് പ്ലാന്റ് എവിടെ കുഴിച്ചിടണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പെയിൻറ്റിങ്ങിൻ്റെ 3 ടൈപ്സാണ്. പെയിൻറ്റിങ്ങിൽ വിധ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷണൽ, അവിധ സ്കെച്ച് ഔട്ട്ലൈൻ, പിന്നെ ഭാവ എന്ന് പറയുന്നത് നാരേറ്റീവ്.
നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കൃതിയാണ് നൈഷാദചരിത. ഇത് എഴുതിയിട്ടുള്ളത് ശ്രീഹർഷയാണ്. സംസ്കൃതത്തിലുള്ള 5 മഹാകാവ്യങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഹൈലി എലാബറേറ്റ് ആൻഡ് പോളിഷ്ഡ് ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട രാജാവും പീരീഡും ഗഹധവള കിങ്ങാണ്. കിങ് ആയിട്ടുള്ള ജയചന്ദ്രയുടെ ടൈമിലാണ് ഇത് വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നളചരിതമാണ്. നളനും ദമയന്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. ഇതിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പൂർവായൻ, ഉത്തര. രണ്ടിലും 11 കാൻഡോസ് ഓർ ഡിവിഷൻസ് ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട സ്കോളേഴ്സൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കൃതി കൂടിയായിരുന്നു. അതായത് സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റായിട്ടൊക്കെ ഇതിനെ പറയുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.